ഹരേ കൃഷ്ണ. ഹര ഹര മഹാദേവ. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബ്രഹ്മാവിനെ ആരും പൂജിക്കാതെ പോയ കഥ എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഒന്നുകൂടെ നമ്മൾക്ക് മനസ്സിലാക്കാം. ഒരിക്കൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനും രക്ഷകനായ സാക്ഷാൽ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവും കൂടി സംഹാരമൂർത്തിയായ പരമേശ്വരനെ അന്വേഷിച്ചിറങ്ങുകയുണ്ടായി. അങ്ങനെ കുറേ സഞ്ചരിച്ചവർ ഹിമാലയത്തിൽ എത്തി. അവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ശിവലിംഗത്തെ അവരിരുവരും കണ്ടെത്തി. എന്നാൽ ആ ശിവലിംഗത്തിൻ്റെ അഗ്രങ്ങൾ കാണാൻ രണ്ടു പേർക്കും സാധിച്ചില്ല. ശിവലിംഗത്തിൻ്റെ അഗ്രം തേടി ബ്രഹ്മദേവൻ മുകളിലോട്ടും വിഷ്ണു ഭഗവാൻ താഴോട്ടും ഒരുപാട് ദൂരം സഞ്ചരിച്ചു. പക്ഷെ രണ്ടു പേർക്കും ലക്ഷ്യത്തിൽ എത്തുവാൻ കഴിഞ്ഞില്ല. നിരാശരായ ബ്രഹ്മദേവനും വിഷ്ണു ഭഗവാനും കൂടി സാക്ഷാൽ ശ്രീ പരമേശ്വരനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. സന്തുഷ്ടനായ പരമേശ്വരൻ എന്തു വരം വേണമെന്ന് രണ്ടുപേരോടും ചോദിച്ചു. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, പരമേശ്വരൻ തൻ്റെ പുത്രനായി ജനിക്കണം എന്ന്. എന്നാൽ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവാവട്ടെ പരമേശ്വരൻ്റെ പാദശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യം തനിക്ക് നൽകണം എന്ന വരമായിരുന്നു ആവശ്യപ്പെട്ടത്. അങ്ങനെ ശിവപുരാണ പ്രകാരം വിഷ്ണു ഭഗവാൻ ആവശ്യപ്പെട്ട വരം തന്നെ നൽകി അനുഗ്രഹിച്ചു പരമേശ്വരൻ. അതോടുകൂടി വിഷ്ണു ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ശക്തിയായി അവതരിക്കുകയും ചെയ്തു. ശിവപുരാണത്തിൽ ഭഗവാൻ ദേവിയുടെ താമസാംശമാണ് എന്നും പറയുന്നുണ്ട്. ഭഗവാന്റെ പ്രധാനമായ ജോലി സംഹാരമാണല്ലോ. അത് കൽപ്പിച്ചരുളിയത് ദേവിയാണ്. സൃഷ്ടികൽപ്പത്തിൽ തനിക്ക് ജോലിയൊന്നും ഇല്ലാതിരുന്നതിനാൽ ഭഗവാൻ സ്വയം തപസ്സിന് പോവുകയും ദേവിയുടെ സ്വയം പരീക്ഷണത്തിൽ ഭഗവാൻ വിജയിച്ചതിനാൽ സന്തുഷ്ടയായ പരാശക്തി തൻ്റെ അംശങ്ങളിൽ ഒരു ഭാഗത്തെ ഗംഗാരൂപിണിയായും മറ്റേ ഭാഗത്തെ ദുർഗാരൂപിണിയായും തീർത്ത് പരമശിവനിൽ പ്രാപിച്ച് തൃപ്തി വരുത്തി എന്നാണ് പറയുന്നത്. ശിവാജ്ഞ അനുസരിച്ച് ദേവി ദക്ഷപ്രജാപതിയുടെ പുത്രി സതിയായി ജനിക്കുവാൻ ഉദ്ദേശിച്ചു. അങ്ങനെ ബ്രഹ്മപുത്രനായ ദക്ഷനെ കണ്ട് പരമേശ്വരി പുത്രിയായി ജനിക്കുവാൻ തപസ് അനുഷ്ഠിക്കാനും പ്രേരിപ്പിച്ചു. അങ്ങനെ ദക്ഷൻ ക്ഷീരസാഗര തീരത്തു ചെന്ന് ജഗദംബികയെ തപസ് ചെയ്തു. അതനുസരിച്ച് ദേവി ദക്ഷപുത്രിയായിട്ട് അവതരിച്ചു. ദേവിയെ പിന്നീട് രുദ്രന് നൽകുവാൻ ദക്ഷൻ ഇഷ്ടപ്പെട്ടില്ല. അതു മനസ്സിലാക്കിയ സതീദേവി ചില കാരണങ്ങൾ കൊണ്ടും സ്വയംവര പന്തലിൽ ചെല്ലുകയും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ മാല്യം തറയിൽ അർപ്പിക്കുകയും ചെയ്തു. തത്സമയം ഭഗവാൻ വൃഷഭാരൂഢനായി പ്രത്യക്ഷപ്പെട്ട് ആ വരണമാല്യത്തെ കഴുത്തിൽ സ്വീകരിച്ച് അപ്രത്യക്ഷനായി. സതീദേവിയുടെ ഈയൊരു ധിക്കാരം ദക്ഷന് ഇഷ്ടപ്പെട്ടില്ല. അത് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ ദക്ഷനെ ഉപദേശിച്ച് വീണ്ടും ശ്രീ പരമേശ്വരനെ ക്ഷണിക്കുകയും വിധിപ്രകാരം തന്നെ സതീദേവിയെ ഭഗവാന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ശ്രീ പരമേശ്വരൻ തൻ്റെ ശക്തിയോടുകൂടി കൈലാസത്തിൽ സസുഖം വാണു. ദദീജി മുനി പരമേശ്വരനെ പൗരുഷമായ വാക്കുകളാൽ അവഗണിക്കരുത് എന്ന് ഉപദേശിച്ചത് ദക്ഷൻ ചെവികൊണ്ടില്ല. എന്നാൽ മറുഭാഗത്ത് എല്ലാവരും ആ ദമ്പതികളെ ശിവശക്തിമാരെ സകലരും വാഴ്ത്തി സ്തുതിച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല ഈ ദമ്പതികളെ കാണാൻ പലരും കൈലാസത്തിൽ എത്തിയ കൂട്ടത്തിൽ ഹിമവാന്റെ ഭാര്യയായ മേനയും ഉണ്ടായിരുന്നു. സതീദേവിയെ കണ്ടപ്പോൾ മേന ഇവൾ എൻ്റെ പുത്രിയായി ജനിച്ചെങ്കിലോ എന്നാഗ്രഹിച്ച് ദിവസേന ദർശനം നടത്തി വന്നുവെത്രേ. അങ്ങനെ ദക്ഷശിഷ്യനായ നന്ദി ശിവഭഗവാനെ കാണാൻ കൈലാസത്തിൽ എത്തി സ്തുതിച്ചു. അങ്ങനെ നന്ദിയുടെ ആ ഭക്തിയിൽ തൃപ്തനായ പരമേശ്വരൻ നന്ദിക്ക് വേണ്ട വരമേകി. അങ്ങനെ നന്ദിയുടെ അപേക്ഷ പ്രകാരം ശിവസന്നിധി ലഭിച്ചു നന്ദിക്ക്. കൂടാതെ ഭൂതനാഥനുമായി തീർന്നു നന്ദി. ത്രൈലോക്യനാഥയായ സതീദേവി തൻ്റെ മായ കൊണ്ട് സാക്ഷാൽ പരമേശ്വരനെ മോഹിപ്പിച്ചുകൊണ്ട് സുഖമായി കൈലാസത്തിൽ വാണുവന്നു. അങ്ങനെ ഇരിക്കെയാണ് ദക്ഷൻ പരമേശ്വരനെ ക്ഷണിക്കാതെ ഒരു യാഗം തുടങ്ങിയത്. ഈ ഒരു വിവരം നാരദർ പരമേശ്വരനെ അറിയിച്ചു. എന്നാൽ ഭഗവാൻ അതൊട്ടും കാര്യമാക്കിയില്ല. അങ്ങനെ നാരദർ എന്തു ചെയ്തുവെന്നോ
സതീദേവിയോടായി പറഞ്ഞു. യാഗശാലയിൽ ചെന്ന് അർഹമായത് യാചിക്കണമെന്ന് സതീദേവി തൻ്റെ പതിയോട് പറഞ്ഞു നോക്കി. പക്ഷെ ക്ഷണിക്കാതെ ചെല്ലുന്നത് ഉചിതമല്ല എന്ന് പരമേശ്വരൻ തൻ്റെ പാതിയായ ദാക്ഷായണിയോട് പറഞ്ഞു നോക്കിയെങ്കിലും സതീദേവി അത് ചെവികൊണ്ടില്ല. ഒടുവിൽ വരേണ്ടത് വരണമല്ലോ. ഒടുവിൽ സതീദേവി യാഗശാലയിലേക്ക് തനിച്ച് പുറപ്പെട്ടു. പക്ഷേ ദക്ഷൻ എന്തു ചെയ്തുവെന്നോ? സതീദേവിയെ അവിടെ വെച്ച് ആക്ഷേപിച്ച് അവഗണിച്ചു. ദുഃഖിതയായ സതീദേവി അവിടെ തന്നെ ജീവത്യാഗം ചെയ്തു. നാരദമുനി ഉടനെ തന്നെ കൈലാസത്ത് ചെന്ന് ഈ വിവരമെല്ലാം പരമേശ്വരനെ അറിയിച്ചു. അങ്ങനെ ശോകാകുലനായിത്തീർന്ന ആ മുക്കണ്ണൻ തൃക്കൺ തുറന്നു. അതിൽ നിന്നും ഒരു തീജ്വാല ഉണ്ടായി. ആ ജ്വാലയിൽ നിന്ന് ഭയങ്കരമായൊരു രൂപം പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അത് ഭഗവാനെ പ്രദക്ഷിണം ചെയ്തു വണങ്ങി. ആ സമയത്ത് ഭഗവാൻ ആ ഒരു രൂപത്തിന് വീരഭദ്രൻ എന്ന നാമകരണം ചെയ്തു. ഭഗവാന്റെ നെടുവീർപ്പിൽ നിന്നും ഒട്ടേറെ ഭൂതഗണങ്ങൾ ഉണ്ടായപ്പോൾ എല്ലാവരുമായി ദക്ഷനോട് യുദ്ധത്തിനിറങ്ങി ഭഗവാൻ. വീരഭദ്രൻ ദക്ഷൻ്റെ തല തൻ്റെ ഇടതു കൈകൊണ്ട് നുള്ളിയെടുത്തു ആ യാഗത്തിൻ്റെ അവിടെ ചെന്നിട്ട്. ഇത് കണ്ട ബ്രഹ്മദേവൻ ശിവലോകത്തിലെത്തി ഭഗവാനെ സമാധാനിപ്പിച്ചു. എന്നിട്ട് യാഗസ്ഥലത്തേക്കായി കൊണ്ടുവന്നു. ദക്ഷനെ വീരഭദ്രനെ കൊണ്ട് പുനർജീവിപ്പിച്ചു. പിന്നീട് അങ്ങനെ ഒടുവിൽ തൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കിയ ദക്ഷൻ ശിവഭഗവാനെ സ്തുതിച്ചു. നീ ജീവൻ മുക്തനാകും എന്ന് ദക്ഷന് ഭഗവാൻ വരവും നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ ഈ സതീവിരഹം ഭഗവാനെ ഒരുപാട് വേദനിപ്പിച്ചു. പിന്നീട് ബ്രഹ്മദേവനും വിഷ്ണു ഭഗവാനും ഉപദേശിച്ചത് അനുസരിച്ച് 3 പേരും പരാൽപരയെ ആ പരാശക്തിയെ സ്തുതിച്ചു. അപ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ട് പരമേശ്വരൻ്റെ ആ സഹധർമ്മിണിയായി വീണ്ടും അവതരിക്കാം എന്ന് പറഞ്ഞനുഗ്രഹിച്ചു. അങ്ങനെ ദേവി പറഞ്ഞതുപോലെ ഭഗവാൻ ഛായാസതിയുടെ ആ മൃതശരീരത്തെ ചുമലിൽ ഏറ്റിക്കൊണ്ടു നടന്ന് താണ്ഡവം ചെയ്തു. അപ്പോൾ ഈ അപകടം മനസ്സിലാക്കിയ വിഷ്ണു ഭഗവാൻ പരമേശ്വരൻ്റെ ശിവഭഗവാന്റെ പിന്നാലെ ചെന്ന് തൻ്റെ സുദർശനം കൊണ്ട് ദേവിയുടെ ആ ശരീരത്തെ ഖണ്ഡങ്ങളാക്കിക്കൊണ്ടിരുന്നു. ഇതൊന്നും തന്നെ സതീവിരഹത്താൽ ഭഗവാൻ അറിഞ്ഞിരുന്നില്ല. ഒടുവിൽ നാരദർ ചെന്ന് പരമേശ്വരനോട് സത്യം തുറന്നു പറഞ്ഞു. ഉടനെ തന്നെ പെട്ടെന്നുണ്ടായൊരു കോപം കൊണ്ട് തന്നെ പോലെ ഭഗവാൻ വിഷ്ണുവും ഒരിക്കൽ വിരഹദുഃഖിതനാവട്ടെ എന്ന് ശപിക്കുകയുണ്ടായി. വീണ്ടും പരമേശ്വരൻ ധ്യാനത്തിൽ പോയി ദേവിയെ സ്മരിച്ചു. ഉടനെ തന്നെ ദേവി പ്രത്യക്ഷപ്പെട്ട് താൻ മേനയുടെ ആഗ്രഹപ്രകാരം അവരുടെ പുത്രിയായി ഒരംശം ഗംഗയായും മറ്റൊരംശം പാർവതിയായും ജനിക്കും എന്ന് അറിയിച്ചു. അങ്ങനെ ഗംഗാദേവി ഹിമവാന്റെയും മേനയുടെയും പുത്രിയായി ജനിച്ചു. ഈ ഗംഗയെ പിന്നീട് ബ്രഹ്മദേവൻ ദാനമായി വാങ്ങി ദേവലോകത്ത് കൊണ്ടുചെന്ന് പരമേശ്വരനെ ക്ഷണിച്ച് പാണിയെ ഗ്രഹണം ചെയ്തു കൊടുത്തു. അവരവിടെ സസ്യലോകത്ത് കുറേ കാലം കഴിച്ചു കൂട്ടിയ ശേഷം പിന്നീട് കൈലാസത്തിലെത്തി. കുറേ കാലം അവിടെ വസിച്ചതിനു ശേഷം ഇരുവരും കൂടി പിന്നീട് തപസ്സിനായി പോയി. അങ്ങനെ പരമേശ്വരൻ്റെ ആ തപസ്ഥലം ഹിമവാൻ ചെന്ന് കണ്ട് ഭഗവാനെ പൂജിച്ചു വന്നിരുന്നു. അതിനിടയ്ക്ക് ഹിമവൽ പുത്രിയായ പാർവതി ദേവിയും തപസ്സിന് പോയി. ശിവപാർവതി വിവാഹവും സുബ്രഹ്മണ്യ സ്വാമിയുടെ സ്കന്ദൻ്റെ ജനനവുമായി വീണ്ടും കാണാം. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ ശരണം.